Hi all, welcome to Entry Cooperative Banking YouTube channel. I am Anjita. നമ്മുടെ JCAയുടെ എക്സാം ഡേറ്റ് അങ്ങനെ വന്നൂലേ? അതെ, എത്ര ഡേറ്റ് ഉണ്ട് ഇനി എക്സാമിന്? എക്സാം എന്നാണ്, കൺഫർമേഷൻ ഡേറ്റ് എന്നാണ് 12/7/2024. അതായത് ജൂലൈ 12 നിങ്ങൾ എന്ത് ചെയ്യണം? കൺഫർമേഷൻ ഉറപ്പായിട്ടും കൊടുക്കണം. പക്ഷേ ലാസ്റ്റ് ഡേറ്റിലോട്ട് വയ്ക്കേണ്ട, ഇപ്പം തന്നെ കൺഫർമേഷൻ കൊടുത്തു വിടുക. കാരണം ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ നമ്മൾ എന്താ വേഗം തന്നെ കൺഫർമേഷൻ കൊടുക്കുക, അധികം ടൈം എടുക്കില്ല. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക, കൺഫർമേഷൻ വേഗം തന്നെ കൊടുത്തു വിടാം കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സാം ഡേറ്റ് എന്നാണ് സെപ്റ്റംബർ 5. ഓക്കെ, സെപ്റ്റംബർ ടു നവംബർ ആണ് പറഞ്ഞിരുന്നെങ്കിലും നമ്മളെന്താണ് സെപ്റ്റംബറിൽ തന്നെ ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 5 ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ എത്ര ദിവസമുണ്ട്? ഒരു 2 months അല്ലേ? ഒരു 2 months അല്ലേ ഇനി എക്സാമിനുള്ളൂ? സെപ്റ്റംബർ 5 എന്ന് പറയുമ്പോൾ 2 monthsേ ഉള്ളൂ. വളരെയധികം പോർഷൻസ് എന്താ നമുക്ക് പഠിക്കാനുണ്ട്. നേരത്തെ പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ എന്താ കുഴപ്പമില്ല. പക്ഷെ ഇനിയും പഠിച്ച് തുടങ്ങിയിട്ടില്ല, ഇപ്പോഴാണ് തുടങ്ങുന്നവരെങ്കിൽ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്കും ഇനി ടൈം ഉണ്ട്. 2 months നല്ല എഫക്റ്റീവായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്താ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. 100 മാർക്കിനായിരിക്കും ചോദ്യം. അതുകൂടാതെ എന്താ ഒരു ഇൻ്റർവ്യൂവും കൂടി ഉണ്ടാവൂലേ? അതായത് ഇൻ്റർവ്യൂവും കൂടി ഉണ്ട് എക്സാമിന്. ഓക്കെ, അപ്പോൾ എക്സാം 100 മാർക്സിനായിരിക്കും. അത് കഴിഞ്ഞ് ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 2 മാസമേ ഉള്ളൂ. നമുക്ക് 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എത്ര മാർക്കാണ് 100 മാർക്കിൽ മേടിക്കണം? ഒരു 70+ ഏതായാലും മേടിക്കണം. 70+ അല്ല, 80+ എങ്കിലും നിങ്ങൾ മേടിച്ചാലാണ് എന്താ 70 to 80. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഉറപ്പായിട്ടും എയിം ചെയ്ത് ആ ഒരു രീതിയിൽ വേണം പഠിക്കാൻ. ഒരു 80+ ഉറപ്പായിട്ട് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങളെയും കൊണ്ട് പറ്റും. 80+ ഉറപ്പായിട്ടും പഠിച്ചാൽ നമുക്ക് എന്താ ലിസ്റ്റിൽ കയറുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 70 to 80 അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാർക്ക് നേടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ടോപ്പിക് JCAയിൽ വരുന്നത്? ഏതൊക്കെയാണ് ടോപ്പിക്? കോപ്പറേഷൻ, ബാങ്കിങ്, IT അല്ലേ? സിലബസ് വന്നു, ഒഫീഷ്യൽ സിലബസ് വന്നു, നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ കോപ്പറേഷൻ, ബാങ്കിങ്, IT ഈ 3 മെയിൻലി വരുന്നത്. ഓക്കെ, അതിൽ വെയിറ്റേജ്, അതായത് മാർക്ക് വച്ച് തിരിച്ച് അവർ കൊടുത്തിട്ടുണ്ട്. 50 മാർക്ക് എവിടെ നിന്നാണ്? 50 മാർക്ക് കോപ്പറേഷനിൽ നിന്നാണ്. കോപ്പറേഷൻ സബ്ജക്റ്റിൽ നിന്നാണ് 50 മാർക്ക് വരിക. അതുപോലെ ബാങ്കിങ്ങിൽ നിന്ന് 40 മാർക്ക്. ബാക്കി 10 മാർക്കോ? ബാക്കി 10 മാർക്ക് IT നിന്നാണ്. ഓക്കെ, IT വിട്ട് കളയത്ത് 10 മാർക്കുള്ളൂ എന്ന് വെച്ച് IT സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് എന്താ വേഗം പഠിച്ച് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മളെന്താ പഠിച്ച് വയ്ക്കുക. IT ഒരിക്കലും ലാസ്റ്റത്തോട്ട് വയ്ക്കരുത്. ഓക്കെ, അപ്പോൾ കോപ്പറേഷനിൽ നിന്ന് എത്രയാണ്? 50 മാർക്ക്. ബാങ്കിങ്ങിൽ നിന്ന് 40 മാർക്ക്. IT നിന്ന് 10 മാർക്ക്. ഇതിൽ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇതിനെയാണ് കോപ്പറേഷനും ബാങ്കിങ്ങിനും തന്നെയാണ് ഇമ്പോർട്ടൻസ്. ഒരു 10 മാർക്കിന് ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, കോപ്പറേഷനും ബാങ്കിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് വെച്ച് IT പഠിക്കാതെ വിടുക എന്നല്ല. IT അതിൻ്റെ ഒപ്പം തന്നെ എന്താ ജസ്റ്റ് നോക്കി പോവുക. കോപ്പറേഷനും ബാങ്കിങ്ങും നമ്മുടെ മെയിൻ സബ്ജക്റ്റ് തന്നെയാണ് കോപ്പറേഷൻ. അപ്പോൾ അതെന്താ, അപ്പോൾ കോപ്പറേഷനും ബാങ്കിങ് ഞാൻ നേരത്തെയും പറഞ്ഞു, കോപ്പറേഷനും ബാങ്കിങ്ങിന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും എന്താ ഉണ്ടാവും. കാരണം അത് രണ്ടും മെയിൻ സബ്ജക്റ്റ് തന്നെയാണ്. നമ്മൾ കോപ്പറേഷൻ BCom കോപ്പറേഷൻ പഠിച്ചവരാണെങ്കിലും HDC പഠിച്ചവരാണെങ്കിലും ബേസിക്കായിട്ട് നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ട മെയിൻ സബ്ജക്റ്റ് ഏതാണ്? കോപ്പറേഷനാണ്. കോപ്പറേഷനിൽ ജനറൽ കോപ്പറേഷൻ ഉണ്ട്, കോപ്പറേറ്റീവ് ലോ ഉണ്ട്, കോപ്പറേറ്റീവ് ഓഡിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബാങ്കിങ്, IT, കോപ്പറേഷൻ ഈ സബ്ജക്റ്റാണ് വരുന്നത്. അപ്പോൾ കോപ്പറേഷനിൽ നിന്ന് ഏതൊക്കെയാണ് സബ്ജക്റ്റ്? Cooperation and other economic system. Okay, evolution and development of cooperative principles, types of cooperatives, management and working of major cooperative organizations and institutions in India, cooperative audit. Okay, പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? Issues in cooperative management, settlement of disputes, cooperative legislation in India and Kerala. അതായത് നമ്മുടെ കോപ്പറേറ്റീവ് ലോ. ഇത്രയുമാണ് കോപ്പറേഷൻ, ജനറൽ കോപ്പറേഷനിൽ നിന്ന് വരുന്ന സബ്ജക്റ്റ്. ഇതിൽ കോപ്പറേറ്റീവ് ഓഡിറ്റ് നിങ്ങൾ CSEB പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കോപ്പറേറ്റീവ് ഓഡിറ്റ് ചിലപ്പോൾ ക്ലർക്കിന് പഠിക്കുന്നുണ്ടാവില്ല. പക്ഷെ കോപ്പറേറ്റീവ് ഓഡിറ്റ് നിങ്ങൾ പഠിക്കണം കേട്ടോ അതിൻ്റെ കൂടെ. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിങ്, സെൻട്രൽ ബാങ്കിങ്, ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ്, പ്രീ ലിബറലൈസേഷൻ പീരീഡ്, ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ്, പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ്, ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്, ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ്, ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്, റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്. റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്ങിൽ മോഡേൺ ബാങ്കിങ്ങിലെ എല്ലാം തന്നെ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബാങ്കിങ്ങിൽ നിന്ന് വരുന്ന ടോപ്പിക്സ്. പിന്നെ IT ഏതൊക്കെയാ? IT, hardware, software, popular application software packages, basics of programming, types of networks, network devices,
ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് ആണ് മെയിൻ ടോപ്പിക്സ്. ഓക്കെ, ഇതിൻ്റെ താഴെ കുറേ വളരെയധികം പഠിക്കാനുണ്ട് മെയിൻ ടോപ്പിക്സ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഈ ഒഫീഷ്യൽ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ എന്താ ഒരു ബുക്കിൽ ജസ്റ്റ് എഴുതി വയ്ക്കുക. എന്നിട്ട് എന്താ, നമുക്കറിയാം ഇപ്പം നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്താ ചിലപ്പോൾ ഇതിന് വേണ്ടി മാത്രം ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ ഒഫീഷ്യൽ സിലബസ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു പേപ്പറിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൽ ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു, ഇപ്പോൾ കവർ ചെയ്തത് ഏതൊക്കെ ടോപ്പിക്സാണ്, ഏതൊക്കെ ഇനി കവർ ചെയ്യാനുണ്ട് എന്ന് നോക്കി വയ്ക്കുക. എന്നിട്ട് അതനുസരിച്ച് പ്ലാൻ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഒരു പറ്റിയാൽ ഒരു 10 മണിക്കൂർ 9 to 10 hours തന്നെ നിങ്ങൾ ഇരുന്ന്, അത് കൂടുതൽ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത് പഠിക്കണം. കാരണം JCA എക്സാം 2 monthsനുള്ളിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ ചെയ്യുക, ഇപ്പോൾ 9 to 10 hours ഒക്കെ കിട്ടുന്ന ഒരു കുട്ടിയാണ്, കോർപ്പറേഷൻ എന്താ ഒരു 5 hours കൊടുക്കുക, എഫക്റ്റീവായിട്ട് ഇരുന്ന് പഠിക്കുക. ബാങ്കിങ്ങിനോ ഒരു 3 hours കൊടുക്കുക. IT-ക്ക് ഒരു 1 hour അല്ലെങ്കിൽ ഒരു ½ hour ഒരു ദിവസം കൊടുത്ത് പഠിക്കുക. ഓക്കെ, ഈ ഒരു പ്രപ്പോർഷനിൽ പഠിച്ചു പോവാം. നിങ്ങൾക്ക് കിട്ടുന്ന ടൈം നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഒരു പ്രപ്പോർഷനിൽ ആക്കി വെച്ച് പഠിക്കുക. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു സബ്ജക്റ്റ് അങ്ങനെ വെച്ച് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവർ രാത്രി അല്ലെങ്കിൽ വെളുപ്പിനൊക്കെ എണീറ്റായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ദിവസം ഒരു സബ്ജക്റ്റ്. ഇപ്പോൾ ഈ ദിവസം ആഴ്ചയിൽ 2 ദിവസം കോർപ്പറേഷൻ ആണെങ്കിൽ 2 ദിവസം ബാങ്കിങ്, 3 ദിവസം കോർപ്പറേഷൻ, 2 ദിവസം ബാങ്കിങ്, പിന്നെ ഒരു ദിവസം IT, ആ ഒരു രീതിയിൽ പഠിക്കുക. ഓക്കെ, ഇപ്പോൾ വർക്ക് ചെയ്യാത്തവരാണ്, നിങ്ങൾ ഇതിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ പഠിക്കുക. കോർപ്പറേഷന് മെയിനായിട്ട് സമയം കണ്ടെത്തി വയ്ക്കുക, അത് കഴിഞ്ഞ് ബാങ്കിങ്, പിന്നെ അത് കഴിഞ്ഞ് IT. ഓക്കെ, അപ്പം നമ്മളിവിടെ സബ്ജക്റ്റ് സിലബസ് ഡിസ്കസ് ചെയ്തു. പിന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടതാണ് മോഡൽ എക്സാംസ്. മോഡൽ എക്സാംസ് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ഒരു ദിവസം ഒരു മോഡൽ എക്സാം വച്ചെങ്കിൽ നിങ്ങൾ എന്താ അറ്റൻഡ് ചെയ്യണം. ഒരു ദിവസം ഒരു മോഡൽ എക്സാം വച്ചെങ്കിൽ അറ്റൻഡ് ചെയ്യണം. JCAയുടെ തന്നെ നമ്മുടെ എൻട്രി ആപ്പിൽ JCAയുടെ വളരെയധികം എക്സാംസ് ഉണ്ട്. കാരണം മോഡൽ എക്സാം JCAയുടെ തന്നെ അറ്റൻഡ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താണ്, ഇപ്പോൾ CSEBയുടെ അറ്റൻഡ് ചെയ്തു, CSEBയുടെയും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക. അല്ല ഇപ്പോൾ JCAയുടെ കൂടെ CSEBയും ക്വസ്റ്റ്യൻസ് നോക്കാം. പക്ഷേ എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ JCAയുടെ തന്നെ മോഡൽ എക്സാംസോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോ അറ്റൻഡ് ചെയ്യുക ആപ്പിലൂടെ. കാരണം എന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് ആണ് JCAയിൽ വരുന്നത് അല്ലേ, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ CSEBയിൽ എന്താ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ആണ്. അപ്പോൾ ആ ഒരു രീതി നമ്മൾ അഡാപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എന്താ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ CSEBയുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താ നെഗറ്റീവ് മാർക്ക് എത്ര എണ്ണം തെറ്റി നോക്കിയിട്ട് അത്രയും മാർക്ക് നിങ്ങൾ എന്താ കുറയ്ക്കണം. നെഗറ്റീവ് മാർക്കിംഗ് കൂടി നിങ്ങൾ സ്വയം കണ്ടെത്തിയിട്ട് വേണം മാർക്ക് എത്ര കിട്ടിയെന്ന് നോക്കാൻ. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് കുറച്ചിട്ട് വേണം നിങ്ങളുടെ ഒറിജിനൽ മാർക്സ് അപ്പോഴാണ് കിട്ടുള്ളൂ. JCAയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്. കാരണം അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മോഡൽ എക്സാം ആ ഒരു രീതി തന്നെ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ തെറ്റിയ ഉത്തരങ്ങൾക്കുള്ള മാർക്ക് കുറച്ചിട്ട് വേണം മാർക്ക് കാണാൻ. ഓക്കെ, ഇപ്പോൾ CSEBയുടെ എക്സാംസ് ഒക്കെ നിങ്ങൾ CSEBയും JCAയും കൂടി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ CSEBയുടെ എക്സാമിന് എന്താണ് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തു, അവിടെ എന്താ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ നിങ്ങളുടെ മാർക്കൊന്നും പോകില്ല. ഇപ്പോൾ 10 എണ്ണം ശരിയായെങ്കിൽ 10 മാർക്ക് കിട്ടും. പക്ഷേ JCAക്ക് എന്താ ആ 10 എണ്ണം ഇപ്പോൾ 5 എണ്ണം തെറ്റി 10 എണ്ണം ശരിയായി 10 മാർക്ക് കിട്ടുമോ ഇല്ല. ഓക്കെ, അവിടെ നമ്മൾ നെഗറ്റീവ് മാർക്കിംഗ് കുറയ്ക്കണം. ആ ഒരു രീതി അപ്പം നിങ്ങൾ എന്താ ഇപ്പോഴേ തന്നെ ശീലിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാമിന് ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, ഫുൾ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ടൈം ഉണ്ട്. അപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻ നോർമലി അറ്റൻഡ് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു രീതി പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഷുവറായിട്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി നിങ്ങളുടെ മാർക്ക്, അപ്പോൾ ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി 1 or 2 നിങ്ങൾക്ക് എന്താ ഒരു ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മോഡൽ എക്സാംസ് ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യണം. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം എന്ന് പറയുമ്പോൾ JCAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല CSEBയുടെ നോക്കാം. പക്ഷേ അതിനേക്കാളും കൂടുതൽ പ്രീവിയസ് ഇയർ ആയിട്ട് PSCയുടെ കേരള PSC കോർപ്പറേഷൻ ബേസ് ചെയ്ത് കോർപ്പറേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ച് BCom കോർപ്പറേഷൻ അല്ലെങ്കിൽ HDC എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ച് കേരള PSC വളരെയധികം എക്സാംസ് ഇപ്പം നടത്തിയിട്ടുണ്ട്. KRFന്റെ എക്സാം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 2-3 വർഷത്തിനുള്ളിൽ ഈ ഒരു 2020 തൊട്ട് അല്ലെങ്കിൽ 2019 തൊട്ട് കേരള PSCയിൽ BCom കോർപ്പറേഷൻ അല്ലെങ്കിൽ
നമ്മുടെ HDC ക്വാളിഫിക്കേഷൻ വെച്ച് നടന്ന എക്സാംസിൻ്റെ പേപ്പേഴ്സ് വെച്ച് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര എക്സാം നടന്നോ അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉറപ്പായിട്ട് നിങ്ങൾ കവർ ചെയ്തിട്ട് പോവുക. അതുപോലെ CSEBയുടെയും നോക്കാം, JCAയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം നിങ്ങൾ JCAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഇമ്പോർട്ടൻസ് JCAയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യണം, കേരള PSC നടത്തിയ എക്സാംസ്, കേരള PSC ഈ കഴിഞ്ഞ 5-6 വർഷങ്ങളിൽ BCom കോർപ്പറേഷൻ അല്ലെങ്കിൽ HDC ഒരു ക്വാളിഫിക്കേഷനായിട്ട് വച്ച് നടത്തിയ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. അത് കഴിഞ്ഞ് CSEBയുടെയും അസിസ്റ്റന്റ് സെക്രട്ടറി, ക്യാഷ്യറിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പോകാൻ. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കേരള PSC നടത്തിയ എക്സാംസാണ്. കാരണം JCA എക്സാമും കേരള PSC തന്നെയാണ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മോഡലിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ സിലബസിൽ തന്നിരിക്കുന്ന എല്ലാ പോയിന്റ്സും കവർ ചെയ്ത് പോയിന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് വായിച്ചത് ഹെഡിങ് മാത്രമാണ്, അതിൻ്റെ താഴെ ഓരോ പോയിന്റ്സ് ആയിട്ട് ഒഫീഷ്യൽ സിലബസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ സിലബസ് തന്നിരിക്കുന്ന താഴെ പറയുന്നവയിൽ ഏതൊക്കെ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഏതൊക്കെ നിങ്ങൾ കവർ ചെയ്തു എന്ന് നോക്കിയിട്ട് ടിക്ക് ചെയ്ത് പോവുക. അത് കഴിഞ്ഞ് കവർ ചെയ്യാത്തത് കവർ ചെയ്യുക ഈ 2 മാസത്തിനുള്ളിൽ. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. റിവിഷൻ ചെയ്തില്ലെങ്കിൽ എന്താ, നിങ്ങൾ ഉറപ്പായിട്ട് മറന്നു. പഠിച്ചു വെച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസും കൂടി ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞ ഒരു 9 to 10 hours പരമാവധി നിങ്ങൾക്ക് കിട്ടാവുന്ന ടൈം. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ടൈം ഒരു 6 to 7. ഇപ്പോൾ വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ 10 hours കൂടുതൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എന്താ, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ ടോപ്പിക്സ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ എക്സാമിൻ്റെ ഒഫീഷ്യൽ സിലബസ് വന്നപ്പോൾ മിക്കവരും ചോദിച്ചു ഫോറിൻ കോർപ്പറേഷൻ ഇല്ലല്ലോ എന്ന്. ഫോറിൻ കോർപ്പറേഷൻ ഇല്ല, ഫോറിൻ കോർപ്പറേഷൻ ഒഫീഷ്യൽ സിലബസിൽ തന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ താഴെയായിട്ട് എന്താ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഈ ഒരു എക്സാമിന് ക്വാളിഫൈ ആവാൻ വേണ്ടി വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടായോ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഫോറിൻ കോർപ്പറേഷനും അക്കൗണ്ടിങ്ങും എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു സൈഡായിട്ട് എന്താ നോക്കി വയ്ക്കുക. ഈ പറഞ്ഞ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം ഫോറിൻ കോർപ്പറേഷനും അക്കൗണ്ടിങ് എന്താ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള CSEBക്ക് നിങ്ങൾ പഠിക്കുന്നതായിരിക്കുമല്ലോ. CSEB പഠിച്ചു കഴിഞ്ഞവരെ എക്സാമിന് പഠിച്ചവരായിക്കോട്ടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ ആയിക്കോട്ടെ, നിങ്ങൾക്കറിയാം ഫോറിൻ കോർപ്പറേഷനും അക്കൗണ്ടിങ്ങും ജസ്റ്റ് എന്താ ഒന്ന് നോക്കി പോവുക. കാരണം എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് എഴുതാനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. കാരണം അത് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കെന്താ ബാങ്കിങ്ങിൻ്റെയും കോർപ്പറേഷൻ്റെയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് വെയിറ്റേജ്, 50 മാർക്ക് കോർപ്പറേഷനിൽ നിന്ന്, 40 മാർക്ക് ബാങ്കിങ്ങിൽ നിന്ന്, 10 മാർക്ക് IT നിന്ന് വരുമെന്ന് അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ ടോപ്പിക്സിൽ നിന്ന്, ഈ സിലബസിലല്ലാത്ത വേറെ ടോപ്പിക്സിൽ നിന്ന് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ താഴെ അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം, അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് പറഞ്ഞത് കാരണം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താ ചെയ്യുക, ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഫോറിൻ കോർപ്പറേഷനും അക്കൗണ്ടിങ്ങും ഈ പറഞ്ഞ കോർപ്പറേഷനും ബാങ്കിങ്ങൊക്കെ നോക്കി പോകുമ്പോൾ ജസ്റ്റ് എന്താ ബേസിക് ആയിട്ടുള്ളത് ജസ്റ്റ് എന്താ ഒന്ന് നോക്കി വയ്ക്കുക. എക്സാമിന് ഒരു 1 week or 2 weeks മുമ്പ് ജസ്റ്റ് ഒന്ന് എന്താ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അക്കൗണ്ടിങ്ങിൻ്റെയും ഫോറിൻ കോർപ്പറേഷൻ്റെയും നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എക്സാമിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒരു 2 months നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് ഈ 2 months ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താ JCA ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഒരു 10 hours നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ടൈം ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ അതൊക്കെ എന്താ നിങ്ങൾക്ക് പറ്റാം. ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ ആ സമയം ഓക്കെ നിങ്ങൾക്ക് എത്രയോ ടൈം പഠിക്കാൻ പറ്റുമോ അത്രയോ ടൈം ഇരുന്ന് പഠിക്കുക. ഓക്കെ, ഒരു 80+ മേടിക്കാൻ നോക്കുക. നിങ്ങൾ ആ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ ഇരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് JCAയുടെ ആണെങ്കിലും CSEBയുടെ ആണെങ്കിലും റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സസും എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്